ഹാർഡിയസ്. അപ്പോൾ നമ്മൾ 9ാം ക്ലാസ്സിൻ്റെ നമ്മൾ SCERT ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് തന്നിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസിൽ നിന്നുള്ള ഇൻഫർമേഷൻസ് ഒക്കെ നമുക്ക് കിട്ടിയതാണ്. അപ്പോൾ അത് എങ്ങനെ ആൻസർ ചെയ്യാം ഒക്കെ നമുക്ക് നോക്കി വെക്കാം. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കടാ, ജന്തുക്കളുടെ പദാർത്ഥ സംവഹനവുമായി ബന്ധപ്പെട്ട ശരിയായ ചിത്രീകരണം ഏതെന്ന് ചോദിച്ചേ. അതായത് ക്വസ്റ്റ്യൻ ദ വിച്ച് ഈസ് എ കറക്റ്റ് ഇലിസ്ട്രേഷൻ റിലേറ്റഡ് ടു ട്രാൻസ്പോർട്ട് ഓഫ് സബ്സ്റ്റൻസ് ഇൻ ആനിമൽസ്. ആനിമൽസിൽ ഏതാണെന്ന് നമ്മളോട് ചോദിച്ചത്. അപ്പോൾ എടാ മക്കളെ സിമ്പിൾ. അപ്പോൾ ഇത് എഴുതുന്നതിന് മുമ്പ് എൻ്റെ മക്കൾ നോക്കാം. ഫസ്റ്റ് ഇതിൽ ഏതാണ് ഫസ്റ്റത്തെ ആൻസർ നോക്ക്. ബാഹ്യപരിസ്ഥിതി, പിന്നെ കോശങ്ങൾക്കിടയിലെ ദ്രവം, കോശസ്തരം, കോശദ്രവ്യം. അതായത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ, അതായത് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ്, സെല്ലുലാർ ഫ്ലൂയിഡ്, എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്, സെൽ മെംബ്രെയിൻ, സൈറ്റോപ്ലാസം. ഇത് എവിടെയാടാ? ഇത് ആനിമൽസ്, ജന്തുക്കളുടെയൊക്കെ എക്സ്റ്റേണൽ സബ്സ്റ്റൻസ് വരുന്ന ആ സ്റ്റെപ്സ് അല്ലേ. അപ്പോൾ ഇതിൽ ഏറ്റവും അനുയോജ്യമായ ആൻസർ ഏതാണോ? ഫസ്റ്റത്തേതാണ് ആൻസർ. അപ്പം ഓപ്ഷനിൽ ഏതാണ് ഫസ്റ്റ് ഉള്ളത്? ഫസ്റ്റത്തെ ആൻസർ ഏതാണ്? ഒന്നാമത്തതാണ് നമ്മുടെ ആൻസറായി വരുന്നത്. ഒന്നാമത്തതാണ് നമ്മളെ ആൻസർ. അപ്പോൾ അത് നോക്കാം. ഇനി രണ്ടാമത്തത്, എൻസൈമുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെങ്കിൽ കരൾ ദഹന പ്രക്രിയയിൽ മുഖ്യ പങ്ക് വഹിക്കുന്നു. എന്തുകൊണ്ട്? അതായത് ഞാൻ ഈ ചോദ്യത്തിന് ഉത്തരം നൽകുന്നതിന് ആവശ്യമായ പ്രസ്താവനകൾ തിരിച്ചറിഞ്ഞ് ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അതായത് ദ ലിവർ പ്ലേ ദ മേജർ റോൾ ഇൻ ദ ഡൈജഷൻ ഈവൻ ത്രൂ ദ ഈസ് നോട്ട് ദ പ്രൊഡ്യൂസ് എനി എൻസൈംസ്. വൈ? അപ്പോൾ ഇതിൽ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റും റീസൺസ് ഒക്കെ തരുന്നുണ്ട്. ഇതിൽ ഏതാ ശരി നമ്മൾ പറയാനാണ് പറഞ്ഞത്. ഒന്ന്, കൊഴുപ്പിനെ ചെറിയ തന്മാത്രകളാക്കി മാറ്റാൻ സഹായിക്കുന്നു. പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നത് കരളാണ്. ഒന്നാമത് സ്റ്റേറ്റ്മെൻറ്റ് ഇതാ. അതായത് ദ ലിവർ പ്രൊഡ്യൂസ്ഡ് ബൈൽ വിച്ച് ഹെൽപ്പ് ദ ബ്രേക്ക് ഡൗൺ ഓഫ് ഫാറ്റ് ഇൻ ടു സ്മോൾ മോളിക്യൂൾസ്. After digestion, the nutrients that mix with the blood are stored in the liver. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റാ. മൂന്നാമത്തെ, പ്രോട്ടീനുകളെ അമിനോ ആസിഡുകളായി മാറ്റാൻ സഹായിക്കുന്ന ഘടകങ്ങൾ കരൾ ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസത്തിൽ അടങ്ങിയിരിക്കുന്നു. ഇങ്ങനെ ചോദ്യം തന്നു കഴിഞ്ഞിട്ട് ഇവരെ ഓപ്ഷൻസ് ഏതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ A, B എന്നിവ ശരിയാണ്, B, C എന്നിവ ശരിയാണ്, AC എന്നിവ ശരിയാണ്, ABC എന്നിവ ശരിയാണ്. നോക്കടാ കരളിനെ കുറിച്ച് പറയുമ്പോൾ, കരളിൻ്റെ ലിവറിനെ കുറിച്ച് പറയുമ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ ശരിയല്ലേ? കൊഴുപ്പിനെ ചെറു തന്മാത്രകളായി മാറ്റാൻ സഹായിക്കുന്നു, പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നു. നമുക്കറിയാം ബൈൽ ലിവർ എന്തുണ്ടാക്കും? ബൈൽ പിത്തരസം ഉണ്ടാക്കും. അതിനെക്കുറിച്ച് നമുക്കറിയാം. അപ്പോൾ A ശരിയാണ്. ഇനി രണ്ടാമത്, ദഹനശേഷം രക്തത്തിൽ കലരുന്ന പോഷകങ്ങൾ കരളിൽ സംഭരിക്കുന്നു. കരളിൽ എന്താവുന്നത്? സ്റ്റോർ ചെയ്യുന്നത് പറഞ്ഞു. അല്ല സാറേ, ഈ സ്റ്റോർ ചെയ്യേണ്ടത് നിങ്ങൾക്ക് സംശയിക്കാരം. നമ്മൾ ഡൈജഷൻ കഴിഞ്ഞിട്ട് വില്ലസ് എന്താക്കുന്നുണ്ട്? ആ ന്യൂട്രിയൻസിനൊക്കെ വലിച്ചെടുക്കില്ലേ? ആ വില്ലസ് വലിച്ചെടുത്ത് നമ്മൾ ബ്ലഡ് കാപ്പിലറി രക്തലോമിക്ക് വലിച്ചെടുക്കുന്ന ഏതാ? ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, അമിനോ ആസിഡ് അല്ലേ? ഇവർ ഹാർട്ടിലേക്ക് എത്തുന്നതിന് മുമ്പ് കുറച്ച് ആൾക്കാർ കരള് ലിവർക്ക് പോകുന്നില്ലേ? അപ്പം കരളിൽ കുറച്ച് നേരം എന്താവുന്നുണ്ട്? സംഭരിച്ച് വെക്കുന്നുണ്ട്, സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പം നമ്മുടെ B ആൻസർ എന്താണ്? ശരിയാണോലോ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. അതായത് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, അമിനോ ആസിഡ് ഹാർട്ടിലേക്ക് എത്തുന്നതിന് മുമ്പ് അവരെന്താവുന്നുണ്ട്? നമ്മളെ കരളിൽ കുറച്ച് നേരം എന്താവുന്നുണ്ട്? സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പം Aയും Bയും ആണ് എന്ത്? ആൻസർ ശരി. അപ്പം Aയും Bയും ശരിയാണ്. ഓക്കെ, ഈ രണ്ട് ക്വസ്റ്റ്യൻ സെറ്റ് അല്ലേ? അപ്പം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, പ്രസ്താവനയുടെ കാരണം എന്നിവ വിശകലനം ചെയ്ത് ശരിയായ ഉത്തരം കണ്ടെത്തുക. പ്രസ്താവന, പ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ മാത്രമേ പ്രകാശഘട്ടം നടക്കുകയുള്ളൂ. അതായത് analyze the statement and reason to choose the correct answer to the following option. Okay, the light phase അതായത് occur only in the presence of light. അതായത് പ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ മാത്രമേ പ്രകാശഘട്ടം നടക്കുകയുള്ളൂ. അതിന് കാരണം ഒരു പറഞ്ഞെന്താ? ജലം വിഘടിച്ച് ഹൈഡ്രജനും ഓക്സിജനും ആകുന്നത് പ്രകാശോർജ്ജത്തിന് ആവശ്യമാണ്. അതായത് ഇതാണ് ലൈറ്റ് എനർജി റിക്വയർഡ് ഫോർ ദി സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർ ഇൻ ടു ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. അപ്പം ഇനി ഇതിൽ ചൂസ് ദി കറക്റ്റ്. A statement is correct and reason is also correct. The reason is the correct explanation of this statement. ഈ തന്നതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്, റീസണും കറക്റ്റാണ്. ഈ റീസൺ എന്താണ്? ദിസ് കറക്റ്റ് എക്സ്പ്ലനേഷൻ ഫോർ ദി സ്റ്റേറ്റ്മെൻറ്റ്. ഇതിന് യഥാർത്ഥമായിട്ടുള്ളൊരു എക്സ്പ്ലനേഷനും ആണെന്ന് പറഞ്ഞു. എന്നാൽ രണ്ടാമത്തെ എന്താ? പ്രസ്താവന ശരിയാണ്, കാരണം ശരി, എന്നാൽ കാരണം പ്രസ്താവനയുടെ ശരിയായ വിശദീകരണമല്ല നൂല് പറഞ്ഞു. അടുത്ത്, പ്രസ്താവന ശരിയാണ് എന്നാൽ കാരണം തെറ്റാണ്. പ്രസ്താവന തെറ്റാണ് എന്നാൽ കാരണം ശരിയാണ്. നോക്കടാ, ഇതിൽ ആൻസർ ഏതാടാ? ആൻസർ ഫസ്റ്റ്താണ് പറയാൻ കാരണം നമ്മളെ പ്രകാശഘട്ടത്തിൽ എന്താ നടക്കുന്നത്? H2O, വാട്ടറിനെ നോക്കിക്കോ. H2O, ഒറ്റ സെക്കൻഡ് H2O അല്ലേ? ഓക്കെ, H2O പ്ലസ്
H2O ആരാക്കാണ് സൺലൈറ്റ് ATP വന്നിട്ട് എന്താക്കുക ഹൈഡ്രജനും ഓക്സിജൻ ആക്കി മാറ്റല്ലേ ഹൈഡ്രജൻ ഓക്സിജൻ ആക്കി മാറ്റല്ലേ അവിടെ സൺലൈറ്റ് അല്ലേ സൺലൈറ്റ് പിന്നീട് ATP ആവാണ് അപ്പോൾ ഇവിടെ സൺലൈറ്റ് അല്ലേ വരുന്നത് അല്ലേ ഇവിടെ എന്ത് വരുന്നുണ്ട് സൺലൈറ്റ് എന്ത് വരുന്നുണ്ടാ സൺലൈറ്റ് സൂര്യപ്രകാശം അപ്പോൾ സൂര്യപ്രകാശം അല്ലേ ഇവരെന്താക്കണത് H2O ഹൈഡ്രജൻ ഓക്സിജൻ ആക്കണേ അപ്പോൾ ആ എനർജി യൂസ് ചെയ്തിട്ട് തന്നെയാണ് എന്താണത് ഹൈഡ്രജന് ഓക്സിജനായിട്ട് മാറുന്നത് H2O. അപ്പോൾ ഈ ഒന്നാമത്തെ ഓപ്ഷൻ എന്താണ് പ്രസ്താവന ശരിയാണ് കാരണം പ്രസ്താവന ശരിയായ വിശദീകരണമാണ് ഈ മൂന്നാമത്തേൽ എന്താണ് ഈ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് ശരി ഓക്കെ അപ്പോൾ അത് നോക്കി വെക്കുക ഇനി അടുത്തത് ഹൈഡ്രയിലെ ദഹനം ആരംഭിക്കുന്നത് ഹൈഡ്ര Where does digestion begin in Hydra? അതായത് ഹൈഡ്രയിൽ ദഹനം ആരംഭിക്കുന്നത് ഹൈഡ്ര നോക്കുന്ന സമയത്ത് നമുക്കറിയാം ഹൈഡ്ര എന്ത് ഉപയോഗിച്ച് പിടിക്കുക ടെൻഡക്കിൾ ഉപയോഗിച്ച് പിടിക്കും എന്നിട്ട് മൗത്തൊക്കെ ആക്കും പിന്നെ പോലെ ഡൈജഷൻ പിന്നെ എവിടുന്നാണ് നമ്മളെ ശരീരം ബോഡി ക്യാവിറ്റിയിലെത്തും അപ്പോൾ ഇതിൽ നമ്മൾ ചില ആൾക്കാർ പറയും എന്താണ് ടെൻഡക്കിളിൽ വെച്ചിട്ടാണെന്ന് ചില ടെൻഡക്കിളിന് ഓപ്ഷൻ ഉണ്ട് വായക്കുള്ളിലുണ്ട് ശരീര അറയിലുണ്ട് ഫുഡ് വാക്യൂൾ വെച്ചിട്ടുണ്ട് ഇവർ ഡൈജഷൻ എവിടുന്നാണ് തുടങ്ങുക ഒരു ഡൈജഷൻ തുടങ്ങിയ ശരീര അറൻ്റെ ഉള്ളിലല്ലേ ശരീര അറൻ്റെ ഉള്ളിൽ ഉൾഭിത്തിയിൽ കുറേ എൻസൈംസ് ഇല്ലേ ഇത് ശരീര അറയാണെങ്കിൽ അതിൻ്റെ ഉൾഭിത്തിയിൽ ഒരുപാട് കോശങ്ങളില്ലേ സെൽസ് ഇല്ലേ ഓലെന്താ ചെയ്യും എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്ത് ആ ഭക്ഷണത്തെ പകുതി ദഹിപ്പിക്കൂലേ ഭാഗികമായി ദഹിപ്പിക്കൂലേ അപ്പോൾ ഉടനെ തുടങ്ങുന്നതാടാ ബോഡി ക്യാവിറ്റി ശരീര അറയിൽ നിന്നാണ് ബോഡി ക്യാവിറ്റി ശരീര അറ അപ്പോൾ ഈ 4 ക്വസ്റ്റ്യൻ ആൻസർ ഇതുപോലെയുള്ള ഓപ്ഷൻസ് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും മക്കളെ 100% ചോദിക്കും അപ്പം എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻസും ആരും വിട്ടുപോകരുത് കേട്ടോ ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ 2 വ്യക്തികളുടെ ഭക്ഷണശീലങ്ങൾ ചൂടെ നൽകിയിരിക്കുന്നു 2 വ്യക്തികൾ തന്നിട്ടുണ്ട് ഇതാ 2 ആൾക്കാരുടെ ഭക്ഷണം ഫുഡ് ഹാബിറ്റ്സ് തന്നിട്ടുണ്ട് ഒന്നാമത്തെ വ്യക്തി എണ്ണക്കടികളും മത്സ്യം വറുത്തത് മുട്ട പപ്പടം നോക്കിക്കോ ഫ്രൈഡ് എഗ്ഗ് പപ്പടം ഇതൊക്കെയാണ് രണ്ടാമത്തെ തന്നെ പുട്ട് ഫ്രൂട്ട്സ് മിൽക്ക് പുട്ട് പഴവർഗ്ഗങ്ങൾ പാല് ഇറച്ചി ഇലക്കറികൾ ഇവരെയാണ് ഭക്ഷണം കഴിക്കുന്നത് അപ്പോൾ ഒന്നാമത്തെ ആൾ നോക്കുക രണ്ടാമത്തെ നോക്കുക ഇനി രണ്ടാമത് ഇവയിൽ ആരുടെ ഭക്ഷണശീലമാണ് ഹൃദയാരോഗ്യത്തിന് ദോഷകരമായുള്ളത് ഏതാടാ ഫസ്റ്റ് വ്യക്തി 1 അതിന് 1/2 മാർക്കുള്ളൂ അടുത്ത് നിങ്ങളുടെ കണ്ടെത്തലിൽ നിന്ന് രക്തപര്യായ വ്യവസ്ഥയെ ബാധിക്കുന്ന ഏതെങ്കിലും 3 രോഗാവസ്ഥയുമായി ബന്ധപ്പെടുത്തി എഴുതുക അതായത് ഹൃദയത്തിൻ്റെ ആ ഒരു ഭാഗമുണ്ട് അതായത് സെപ്റ്റംബർ 20 എന്നാൽ നമ്മൾ ആ ലോക ഹൃദയ ദിനം 29 അല്ലേ ആ ലോക ഹൃദയ ദിനത്തിൻ്റെ ഭാഗമായിട്ട് അവിടെ നമുക്ക് 3 രോഗങ്ങളെ കുറിച്ച് പഠിക്കാണ്ട് ഒന്ന് അതിറോസ്ക്ലീറോസിസ് അതായത് രക്തക്കുഴലുകളിൽ കൊഴുപ്പടിഞ്ഞു കൂടിയിട്ട് അതിറോസ്ക്ലീറോസിസ് ഉണ്ടാവും അത് കൊറോണറി ത്രോംബോസിസ് ആവും അതായത് ഹൃദയത്തിലേക്ക് രക്തത്തെ എത്തിക്കണം അല്ലേ കൊറോണറി ധമനികൾ എന്താവുന്നു ആർട്ടറീസിൽ എന്താവും കൂടി ചേർന്നിട്ട് കൊറോണറി ത്രോംബോസിസ് ആവും അത് പിന്നെ എന്തെങ്കിലും ഹാർട്ട് അറ്റാക്കിന് കാരണമാവും അപ്പോൾ ഈ 3 രോഗത്തെക്കുറിച്ച് അവിടെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞത് അപ്പോൾ എൻ്റെ മക്കൾ എന്താവുക ആ ഭാഗം നോക്കിയിരിക്കണം ഡബിൾ സർക്കുലേഷൻ്റെ അപ്പുറത്തെ പേജിലുള്ള ആ സാധനങ്ങൾ അപ്പോൾ നല്ലോണം നോക്കണം കേട്ടോ ഓക്കെ അടുത്ത് ഈ ഒരു ചിത്രം നോക്കിക്കോ മക്കളെ ഈ ചിത്രം നോക്കിക്കോ എക്സാമിന് ചോദിക്കാൻ ചാൻസ് 100% ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് ഇത് ഈ ഐഡന്റിഫൈ ദ പിക്ചർ എന്ന് പറഞ്ഞത് ഇതാ മക്കളെ ഇതിന്റെ ഇംഗ്ലീഷും സാധനങ്ങൾക്ക് അറിയില്ലേ സെയിം സാധനം തന്നെ കേട്ടോ ഇനി 6ാമത്തെ ക്വസ്റ്റ്യൻ ഒബ്സർവ് ദി ഇല്ലുസ്ട്രേഷൻ ആൻഡ് ആൻസർ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻ അടുത്ത് ചിത്രങ്ങൾ സൂചിപ്പിക്കുന്ന ദഹന പ്രക്രിയ ഏതാണ് കണ്ടെത്തുക ഇത് ഏതാണ് ഈ പ്രോസസ്സ് ഏതാണ് പെരിസ്റ്റാൾസ് അല്ലേ എന്താണ് പെരിസ്റ്റാൾസിസ് ഓക്കെ അടുത്ത് ഈ പ്രക്രിയ നടക്കുന്ന ദഹന വ്യവസ്ഥയുടെ ഭാഗം ഏത് ഇത് എവിടെ വെച്ച പെരിസ്റ്റാൾസ് എടുക്കുക നമ്മുടെ എവിടെയൊക്കെ ഉണ്ടടാ ഈസോഫാഗസിൽ അന്നനാളത്തിലുണ്ട് പിന്നെ ഇവിടെ ഉണ്ട് സ്റ്റൊമക്ക് സ്മോൾ ഇൻറ്റെസ്റ്റൈൻ ചെറുകുടലിലുള്ളേ പിന്നെ അടുത്ത് ഈ പ്രക്രിയ ആഹാരത്തെ യാന്ത്രിക ദഹനം സാധ്യമാക്കുന്നത് എങ്ങനെ ഹൗ ഡസ് ദിസ് പ്രോസസ് ഹെൽപ്പ് മെക്കാനിക്കൽ ഡൈജഷൻ ഫുഡ് അതായത് ഇവർ സെഗ്മെന്റേഷൻ എന്നുള്ള പ്രോസസ്സ് നടക്കൂലേ സെഗ്മെന്റേഷൻ നടക്കുന്ന സമയത്ത് ഓരെന്താവും ആ ഭക്ഷണത്തിൻ്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യും റേറ്റ് ഇൻക്രീസ് ചെയ്യൂലേ അതേപോലെ തന്നെ ആ ഗ്യാസ്ട്രിക് ജ്യൂസ് അതായത് ദഹനരസവുമായി കലർത്താനും സഹായിക്കൂലേ അപ്പോൾ ഇതെന്താവും മെക്കാനിക്കലായി മാറും ഓക്കെ അത് ഓർത്തു വെക്കുക നമ്മളെ ഈ ഒരു ചിത്രവും സെഗ്മെന്റേഷൻ്റെ ചിത്രത്തിൻ്റെ പേജ് നമ്പർ 30 ആ ചിത്രം എൻ്റെ മക്കൾ 100% നോക്കി വെക്കണം 100% സാറ് പറയാൻ കാരണം അതായത് ഇന്ന് രാത്രി കൃത്യം 7:00 നമ്മളെ പ്രഡിക്ഷൻസ് ഉണ്ട് ആ പ്രഡിക്ഷനിൽ എൻ്റെ മക്കൾ കേൾക്കുമ്പോൾ പല ക്വസ്റ്റ്യൻസും നമ്മളെന്താണ് അതിൽ പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ട് അതിലുള്ള ക്വസ്റ്റ്യനിൽ പെട്ട ഒന്നാണിത് അപ്പം നോക്കി വെക്കണം കേട്ടോ നോക്കി വെക്കണം അടുത്ത് ഹൃദയത്തെ പൊതിഞ്ഞിരിക്കുന്ന ഇരട്ട സ്ഥലത്തിലുള്ള കാണപ്പെടുന്ന ഒരു ദ്രാവകമാണ് ഹൃദയത്തെ ബാഹ്യക്ഷതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നത് ഓക്കെ എ ഫ്ലൂയിഡ് ഫൗണ്ട് ബിറ്റ്വീൻ ദ ഡബിൾ ലെയേഴ്സ് സറൗണ്ടിങ് ദ ഹാർട്ട് പ്രൊട്ടക്ട് ഇറ്റ് ഫ്രം എക്സ്റ്റേണൽ ഷോക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് തന്നു ഐഡന്റിഫൈ ദിസ് ഫ്ലൂയിഡ് അതായത് ഹൃദയത്തെ പൊതിഞ്ഞിരിക്കുന്നത് പെരികാർഡിയൽ ഫ്ലൂയിഡ് അല്ലേ ഹൃദയത്തിന്റെ ഭാഗത്ത് പെരികാർഡിയൽ ദ്രവം
പെരികാർഡിയം എന്ന് പറഞ്ഞ ഒരു മെംബ്രെയിൻ കൊണ്ട് ഇരട്ട സ്ഥലം കൊണ്ട് ഹൃദയത്തെ പൊതിഞ്ഞിരിക്കുന്നുണ്ട്. അതിനുള്ളിൽ ഫ്ലൂയിഡ് അല്ലേ പെരികാർഡിയൽ ഫ്ലൂയിഡ്. അപ്പോൾ പെരികാർഡിയൽ ദ്രവത്തെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. രണ്ടാമത്തെ റൈറ്റ് അനദർ ഫങ്ഷൻസ് ഓഫ് ദി ഫ്ലൂയിഡ്. അതിനെന്താ? റെഡ്യൂസ് ഫ്രിക്ഷൻ, ഘർഷണം കുറക്കുന്നു അല്ലേ? റെഡ്യൂസ് ഫ്രിക്ഷൻ, ഘർഷണം കുറക്കുന്നു. പ്രൊട്ടക്ട് ഹാർട്ട് ഫ്രം എക്സ്റ്റേണൽ ഷോക്ക്, ബാഹ്യക്ഷതങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നു. അപ്പം ആ ഭാഗം കൂടി എൻ്റെ മക്കൾ എന്താവണം? സിമ്പിളായിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റിയതാണ്. ആ ഭാഗം കൂടി നോക്കണം. അടുത്ത് ഹൈഡ്രയിലും അമീബയിലും ദഹന പ്രക്രിയ ഒരുപോലെയാണ്. അതായത് ദ ഡൈജഷൻ പ്രോസസ് is the same in both hydra and amoeba. ഹൈഡ്രയിലും അമീബയിലും ദഹന പ്രവർത്തനം സെയിം ആണെന്ന് പറയുന്നു. അതായത് അധ്യാപികരുടെ ഈ ചോദ്യത്തിന് കുട്ടി നൽകിയ മറുപടിയാണിത്. അപ്പം ഈ കുട്ടിയുടെ മറുപടി വിലയിരുത്തി നിങ്ങളുടെ അഭിപ്രായം. ഹൈഡ്രയിലും അമീബയിലും ഡൈജഷൻ പ്രോസസ് സെയിം ആണോ? അല്ല. അപ്പം നല്ല നോക്കേണ്ടിയാണ് ഹൈഡ്രയും അമീബയും തമ്മിലുള്ള വ്യത്യാസം. അമീബ ഏതാണ്? യൂണിസെല്ലുലാറാ. നോക്കടാ, അമീബ ഏതാണ്? അമീബ ഹൈഡ്ര. അമീബ ഏതാ? യൂണിസെല്ലുലാറാ. യൂണിസെല്ലുലാർ എന്താ? ഏകകോശ ജീവി. ഹൈഡ്ര ബഹുകോശം, മൾട്ടി സെല്ലുലാർ. അമീബ എന്തുപയോഗിച്ച് പിടിക്കും? സ്യൂഡോപോഡിയ അല്ലേ? സ്യൂഡോപോഡിയ, കപടപാദം. ഹൈഡ്ര എന്താ? ടെൻഡക്കിൾസ് അല്ലേ? ടെൻഡക്കിൾസ്. അടുത്ത് അമീബ നടക്കുന്ന ദഹനേത ഇൻട്രാ സെല്ലുലാർ, കോശാന്തരികം. ഹൈഡ്രയിലോ എക്സ്ട്രാ സെല്ലുലാറും ഉണ്ട്, ഇൻട്രാ സെല്ലുലാറും ഉണ്ട്. അടുത്ത് അമീബ എന്താവുന്ന അമീബയിൽ നടക്കുന്ന വേസ്റ്റ് മാലിന്യങ്ങൾ ഏതുകൂടെ പുറത്തുകൂടുക? സെൽ സർഫസ്, കോശോപരിതലം. എന്നാൽ ഹൈഡ്രയിലോ മൗത്ത്, വായക്കൂടല്ലേ? അപ്പൊ ആ വ്യത്യാസങ്ങൾ നോക്കുക. അമീബ ഏകകോശ ജീവി യൂണിസെല്ലുലാർ, ഹൈഡ്ര ബഹുകോശ ജീവി മൾട്ടി സെല്ലുലാർ. അമീബയിൽ എന്തുപയോഗിച്ച് പിടിക്കുക? അമീബ ക്യാപ്ചർ ഫുഡ് യൂസിങ് സ്യൂഡോപോഡിയ. അമീബ കപടപാദം ഉപയോഗിച്ച് പിടിക്കുന്നു. ഹൈഡ്ര ക്യാപ്ചർ ഫുഡ് യൂസിങ് ടെൻഡക്കിൾ. അമീബ ടെൻഡക്കിൾ ഉപയോഗിച്ച് പിടിക്കുന്നു. അടുത്ത് അമീബ നടക്കുന്ന ദഹനം ഏത് തരം മാത്രമേ ഉള്ളൂ? ഇൻട്രാ സെല്ലുലാർ, കോശ ആന്തരികം മാത്രമേ ഉള്ളൂ. ഹൈഡ്രയിലോ ആദ്യം എക്സ്ട്രാ സെല്ലുലാർ ആണ്, പിന്നെന്താ? ഇൻട്രാ സെല്ലുലാർ ഉണ്ട്. അപ്പൊ രണ്ടും നടക്കുന്നുണ്ട്. അമീബയിൽ വേസ്റ്റ് ഏതിലൂടെ പുറത്തുവിടുന്നത്? remnant cell expel through cell surface. മാലിന്യങ്ങളെ കോശോപരിതലത്തിലൂടെ പുറന്തള്ളുന്നു. ഹൈഡ്രയിലോ മൗത്ത്, വായിലൂടെ പുറന്തള്ളുന്നു. ആ വ്യത്യാസങ്ങൾ നോക്കിയിരിക്കണം. ഓക്കെ, സെറ്റാണല്ലോ. ഇനി അടുത്ത് ദേശീയ കണ്ടൽ സംരക്ഷണത്തിൻ്റെ, അതായത് നമ്മളെ മാംഗ്രോവ് ട്രീയില്ലേ, മാംഗ്രോ അല്ലേ, അതിൻ്റെ കുറിച്ച് നിങ്ങളോട് ചോദിക്കും. മാംഗ്രോവ്സ് നിങ്ങൾക്ക് അറിയില്ലേ? അതായത് കണ്ടൽ കാടുകളുടെ പ്രത്യേകത. അതിൽ ഇവിടെ രണ്ടെണ്ണം ജൈവ വൈവിധ്യത്തിൻ്റെ കലവറാൻ തന്നിക്കണ്. അതായത് സ്റ്റോർ ഹൗസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി, സ്റ്റോർസ് ഓഫ് ഫിഷ് വെൽത്ത് അല്ലേ, മത്സ്യസമ്പത്തിൻ്റെ. പിന്നെന്താ? പ്രിവെൻറ്റ് സുനാമികൾ തടയാൻ സഹായിക്കും. പിന്നെ നമുക്ക് എന്തൊക്കെ എഴുതാം? പിന്നെ സുനാമികൾ തടയാം. അതേപോലെ തന്നെ നമ്മളെ കോസ്റ്റൽ സോയിൽസിൻ്റെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ, അതായത് തീരദേശ മണ്ണിനെന്താവാൻ പ്രൊട്ടക്റ്റ് ചെയ്യാനൊക്കെ സഹായിക്കുന്നില്ലേ? അപ്പോൾ ഈ ഭാഗത്തു നിന്ന് 2 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഈ ഭാഗത്തു നിന്ന് 2 മാർക്കിന് ചോദിക്കും. അപ്പോൾ മക്കളെന്താവുക? ആ ഭാഗം സെറ്റായിട്ട് തന്നെ പഠിക്കാം. ഓക്കെ, ഇത്ര ഭാഗങ്ങളിൻ്റെ മക്കൾക്ക് സെറ്റല്ലേ? അപ്പോൾ ഇന്നത്തെ ലൈവിൻ്റെ കാര്യം ആരും മറക്കണ്ട. അപ്പോൾ വന്നവരുണ്ടെങ്കിൽ, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യുക? ലൈക്ക് ചെയ്യുക. ഈ ക്വസ്റ്റ്യൻസ് പറയുന്നത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ, എൻ്റെ മക്കൾക്ക് സെറ്റാണെങ്കിൽ ലൈക്ക് ചെയ്ത് നമ്മളെ ഫോളോ ചെയ്യുക. അതേപോലെ തന്നെ നമ്മളെ ലൈവ് എല്ലാവരും എന്ത് ചെയ്യുക? സ്റ്റോറി ഇട്ട് സാറുണ്ടാവുക. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ സാറുണ്ടാവും. നിങ്ങളെല്ലാവരെയും എന്താക്കും? ഫോളോ ബാക്ക് ചെയ്ത് എല്ലാവരും സ്റ്റോറി എന്താക്കും? റീമെൻഷൻ ആക്കിയിരിക്കുന്നതായിരിക്കണോ? അപ്പോൾ എല്ലാവരും ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എന്നിട്ട് നേരെ നോക്കി. അടുത്ത് സമുദ്ര മലിനീകരണം. ഇത് നമുക്ക് തള്ളാവുന്നതേ ഉള്ളൂ. നമ്മളെ ഈ ഒരു ഭൂമിയുടെ ഇതിനെ കുറിച്ചൊക്കെ നമുക്ക് തള്ളാം. ഓക്കെ, തള്ളിവിടാൻ ഒരു ഇതിനെ കുറിച്ചാണ്, നമ്മളെ കണ്ടൽ കാടിനെ കുറിച്ചും ഒക്കെ ചോദിക്കുന്ന സമയത്ത് നമുക്ക് എഴുതാവുന്നതല്ലേ. മാംഗ്രോവ് ട്രീനെ കുറിച്ചൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എഴുതാവുന്നതാണ്. ഇതേപോലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഒരു പൊതുവായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വരും. അപ്പോൾ നിങ്ങൾക്ക് എന്താവുക? നിങ്ങൾക്ക് അറിയുന്നവരെന്തെങ്കിലും അതായത് നല്ല ജെന്യൂൻ ആയിട്ടുള്ള റീസൺസ് ആയിരിക്കണം, അത് എഴുതണം. ഓക്കെ, ഇനി നമ്മൾ അടുത്തതായി പറയാൻ പോകുന്നത് 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കടാ. സസ്യങ്ങളിൽ പദാർത്ഥങ്ങൾ കോശഭിത്തിയിലൂടെയും കോശങ്ങൾക്കിടയിലുള്ള സ്ഥലങ്ങളിലൂടെയും സഞ്ചരിച്ചാണ് കോശദ്രവ്യത്തിനുള്ളിൽ പ്രവേശിക്കുന്നത് എന്ന പ്രസ്താവനയെ സസ്യകോശങ്ങളിലേക്ക് പദാർത്ഥങ്ങൾ പ്രവേശിക്കുന്നത് സഹായകമായ മറ്റു മാർഗം കൂടി ഉൾപ്പെടുത്തി വിശദീകരിക്കുക. മക്കളെ നല്ലോ നോക്കിക്കോ. ക്വസ്റ്റ്യൻ എങ്ങനെ? ഇൻ പ്ലാന്റ്സ് സബ്സ്റ്റൻസ് എൻ്റർ ദി സൈറ്റോപ്ലാസം ബൈ മൂവിങ് ത്രൂ ദി സെൽ വാൾ
ആൻഡ് ഇന്റർസെല്ലുലാർ സ്പേസ്. അതായത് എൻ്റെ മക്കളോട് ഞാൻ 100% എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആയി പറയണേ. അതായത് സസ്യങ്ങൾ പ്ലാന്റ്സിൽ എങ്ങനെയാണ് എക്സ്റ്റേണൽ സബ്സ്റ്റൻസ് ബാഹ്യ പദാർത്ഥങ്ങൾ എങ്ങനെയാണ് എൻ്റർ ചെയ്യുക? 3 മാർഗത്തിലൂടെ അല്ലേ. ഒന്ന് പോലും പറഞ്ഞു ഏതിലൂടെ? സെൽ വാൾ കൂടിയും ഇന്റർസെല്ലുലാർ സ്പേസിലൂടെയും കോശഭിത്തികൾക്കിടയിലും കോശങ്ങൾക്കിടയിലുള്ള ആ ഒരു വിടവിലൂടെയാണ്. രണ്ടാമത്തെ എന്താ? പ്ലാസ്മോഡെസ്മാറ്റ അല്ലേ. അതായത് സൈറ്റോപ്ലാസ്മിക് കണക്ഷൻ, 2 കോശങ്ങൾ തമ്മിലുള്ള സൈറ്റോപ്ലാസം പറഞ്ഞാൽ എന്താ? ആ കോശത്തിൻ്റെ ഉള്ളിലെ സെല്ലിൻ്റെ ഉള്ളിലെ ഫ്ലൂയിഡ് ഇല്ലേ, ആ കണക്ഷൻ പ്ലാസ്മോഡെസ്മാറ്റയിലൂടെ. പിന്നെ ഏതാ? പ്ലാസ്മ മെംബ്രെയിൻ, അതായത് പ്ലാസ്മ സ്റ്റെരത്തിലൂടെ എന്താ ഉണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ആ ഭാഗം എൻ്റെ മക്കളോട് പറയുന്നു 100% എക്സാം പേപ്പറിൽ ഉണ്ടായിരിക്കും, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം കഴിഞ്ഞ കൊല്ലത്തെ പബ്ലിക് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ക്വാർട്ടർലി എക്സാമിന് ഈ ടോപ്പിക് ഉണ്ടായത് കൊണ്ട് ചോദിക്കും. ഇതിനെ വെച്ച് നമ്മളെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായത് കൊണ്ട് ചോദിക്കും. നോക്കണം കേട്ടോ, അത് നോക്കി പോവന്നെ വേണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്. പ്ലാസ്മ സ്തരത്തിലൂടെയുള്ള പദാർത്ഥ വിനിമയത്തിന് സഹായകമായ ഒരു പ്രക്രിയയുമായി ബന്ധപ്പെട്ട സൂചകങ്ങൾ ചുവടെ നൽകിയിരിക്കുന്നു. അവ വിശകലനം ചെയ്ത് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ. ഓക്കെ, ഹിൻസ് എന്ന് റിലേറ്റഡ് ടു ഹെൽപ്പ് ഇൻ ട്രാൻസ്പോർട്ട് ഓഫ് സബ്സ്റ്റൻസ് ത്രൂ ദി പ്ലാസ്മ മെംബ്രെയിൻ. ഓക്കെ, ഓരോ ഹിൻസും ഗ്ലൂക്കോസും അയോണുകളും ഈ പ്രക്രിയയിലൂടെയാണ് കോശദ്രവ്യത്തിനുള്ളിൽ പ്രവേശിക്കുന്നത്. Glucose and ions enter the cytoplasm through this process. Okay, this process did not require energy. ഇതിനെന്തില്ല? ഊർജ്ജം. ഈ പ്രക്രിയക്ക് ഊർജ്ജത്തിന് ആവശ്യമില്ല. ഒരു ക്വസ്റ്റ്യൻ തന്നു. പ്രക്രിയ തിരിച്ചറിയുക. ഗ്ലൂക്കോസ് പോലുള്ള വലിയ തന്മാത്രകൾ ഈ പ്രക്രിയ കോശങ്ങൾക്കുള്ളിൽ പ്രവേശിക്കുന്ന എന്ത് പ്രത്യേക സഹായമാണ് ആവശ്യമായി വരുന്നത്? അപ്പോൾ ഈ ഒരു പ്രത്യേകത, ഇത് ഏത് പ്രത്യേകതയുടെ ഈ ഒരു പദാർത്ഥങ്ങൾ സെല്ലിൻ്റെ ഉള്ളിലേക്ക് പോകുന്നു? ഗ്ലൂക്കോസും അയോണും ഒക്കെ ഈ ഒരു പദാർത്ഥ സംവഹനത്തിലും ഈ ഒരു പ്രക്രിയയിലൂടെ കയറുകയാണ്. ഇത് ഏതാടാ? നമ്മളെ ഫെസിലിറ്റേറ്റ് ഡിഫ്യൂഷൻ അല്ലേ. അപ്പോൾ ഇവിടെ സഹായകമാവുന്ന എന്താ? പ്രോട്ടീൻ അല്ലേ. എന്താ ഫെസിലിറ്റേറ്റ് ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ? ഡിഫ്യൂഷൻ ഉണ്ട്, ഫെസിലിറ്റേറ്റ് ഡിഫ്യൂഷൻ ഉണ്ട്, ഓസ്മോസിസ് ഉണ്ട്, ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ഉണ്ട്. ഈ 4 ഭാഗത്ത് നോക്കണം. അതിലിപ്പോൾ ഫെസിലിറ്റേറ്റ് ഡിഫ്യൂഷനെ ചോദിച്ചേ. ഫെസിലിറ്റേറ്റ് ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താടാ? ഗാഢത കൂടിയ ഭാഗത്ത് നിന്ന് ഗാഢത കുറഞ്ഞ ഭാഗത്തേക്ക് ആരുടെ സഹായത്തോടെ? പ്രോട്ടീൻ്റെ സഹായത്തോടെ പദാർത്ഥങ്ങൾ എന്താണ് മൂവ് ചെയ്യുക, സഞ്ചരിക്കണേന്ന് പറഞ്ഞ പേരാ. ഹയർ കോൺസെൻട്രേഷൻ ലോവർ കോൺസെൻട്രേഷൻക്ക് പാർട്ടിക്കിൾസ് മൂവ് ചെയ്യണം. ആരെ ഹെൽപ്പോടെ? വിത്ത് ദ ഹെൽപ്പ് ഓഫ് പ്രോട്ടീൻ്റെ സഹായത്തോടെ. അവിടെ എന്ത് വേണ്ട? എനർജി വേണ്ട. അപ്പോൾ അവിടെ ആരെ സഹായത്തോടെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിന് ആൻസർ ചെയ്തു. ആരെ സഹായത്തോടെ? പ്രോട്ടീൻ്റെ സഹായത്തോടെയാണ്. ഓക്കെ, ജലം, ഓക്സിജൻ എന്നിവ കോശദ്രവ്യത്തിലേക്ക് പ്രവേശിക്കുന്ന പ്രക്രിയയുമായി ഈ പ്രക്രിയയിലുള്ള സമാനത എന്താണ്? അതായത് വാട്ടറും ഓക്സിജനും, അതായത് ഓക്സിജൻ നമ്മളെ ബോഡിക്ക് കയറുന്ന ഏത് പ്രക്രിയ? ഡിഫ്യൂഷൻ അല്ലേ. ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഹയർ കോൺസെൻട്രേഷൻ ലോവർ കോൺസെൻട്രേഷൻക്ക്. അവിടെ നമ്മളെ പ്രോട്ടീനോ എനർജി ഒന്നും വേണ്ട, പാർട്ടിക്കിൾസ് ഇങ്ങനെ പോകുന്നതിന് പറഞ്ഞ പേരാണ് ഡിഫ്യൂഷൻ. ഓക്കെ, അതായത് ഗാഢത കൂടിയ ഭാഗത്തു നിന്ന് ഗാഢത കുറഞ്ഞ ഭാഗത്തേക്ക് പാർട്ടിക്കിൾസ് പോകുന്നതിന് പറഞ്ഞ പേരല്ല ഡിഫ്യൂഷൻ. ഇനി അടുത്തത് എന്താണ്? നമ്മളെ ഇവിടെ എന്താ ചോദിച്ചത്? വാട്ടർ പോണേതാ? ഓസ്മോസിസ് അല്ലേ. ഓസ്മോസിസ് പറഞ്ഞാൽ എന്താ? വാട്ടർ മോളിക്യൂൾസിന്റെ കോൺസെൻട്രേഷൻ കൂടിയ ഭാഗത്തു നിന്ന് കോൺസെൻട്രേഷൻ കുറഞ്ഞ ഭാഗത്ത് ത്രൂ ഏതാ? സെമി പെർമിയബിൾ മെമ്പറി, അർദ്ധധാര സ്ഥലത്തിലൂടെ. നോക്കി വെക്കണം. ഇതിനൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഒക്കെ ആയിട്ട് സാറ് ഇന്ന് കൃത്യമേഖലക്ക് വരുന്നുണ്ട് കേട്ടോ ലൈവില്. അപ്പോൾ മക്കൾ എന്താവാ? ആ പ്രെഡിക്റ്റഡ് ക്വസ്റ്റ്യൻസ് കൂടി കേൾക്കുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവും. ഓക്കെ മക്കളെ, അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ. ചിത്രീകരണം നിരീക്ഷിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. രക്തം, ടിഷ്യൂ ദ്രവം, ലിംഫ്. ബ്ലഡ്, ടിഷ്യൂ ഫ്ലൂയിഡ്, ലിംഫ്. ഹൗ ഈസ് സി ഫോംഡ് ഫ്രം ബി? അതായത് സി എങ്ങനെയാ, ബിയിൽ നിന്ന് സി എങ്ങനെ രൂപപ്പെടുക? ബി എന്ന് പറഞ്ഞാൽ എന്താ? ടിഷ്യൂ ഫ്ലൂയിഡ്. ടിഷ്യൂ ഫ്ലൂയിഡിൽ നിന്ന് എങ്ങനെയാണ് സിക്ക് എത്തുക? സി എന്ന ലിംഫ് അല്ലേ. അതായത് ടിഷ്യൂ ഫ്ലൂയിഡ് ഇൻസൈഡ് ദ ലിംഫ് കാപ്പിലറി ഈസ് കോൾഡ് ലിംഫ്. ടിഷ്യൂ ദ്രവം ലിംഫിൽ ഒമികയിൽ എത്തിക്കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരെന്താ? ലിംഫ് എന്നല്ലേ. ഓർമ്മല്ലേ? ടിഷ്യൂ ഫ്ലൂയിഡ് എന്താ? നമ്മളെ ബ്ലഡ് കാപ്പിലറിയിലൂടെ ബ്ലഡ് പോകുന്ന സമയത്ത് ബ്ലഡ് കാപ്പിലറിൻ്റെ ഗ്യാപ്പിലൂടെ മൈന്യൂട്ട് പോർസിലൂടെ കുറച്ചെന്താവുന്നു? സെല്ലിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഫ്ലൂയിഡ് വരില്ലേ? അതാ നമ്മൾ ബ്ലഡ് കാപ്പിലറി ആണെങ്കിൽ അതിൻ്റെ ഈ മൈന്യൂട്ട് പോർസിലൂടെ മൈന്യൂട്ട് അല്ലാതായത് പോയി മൈന്യൂട്ട് പോർസിലൂടെ എന്താവുണ്ട്? ഇതിൻ്റെ മൈന്യൂട്ട് പോർസിലൂടെ കുറച്ച് ടിഷ്യൂ ഫ്ലൂയിഡുകൾ ഇങ്ങനെ അറിയുന്ന മൈന്യൂട്ട് പോർസ് ഉണ്ട്, ചെറിയ ദ്വാരങ്ങൾ. ഇതിലൂടെ എന്താവുണ്ട്? നമ്മളെ പാർട്ടിക്കിൾസ് ഇങ്ങനെ ബ്ലഡ് ഇങ്ങനെ പോകുന്ന സമയത്ത് കുറച്ച് ഫ്ലൂയിഡ് പാർട്ട് ഇങ്ങനെ എവിടേക്ക് ഇറങ്ങുന്നുണ്ട്? സെല്ലുകൾക്കിടയിൽ. ഇതാണ് സെല്ലിൻ്റെ ഇടയ്ക്ക് ഊസസ് ചെയ്യും. ഊസസ് തന്നെ ഊറി ഇറങ്ങും. അതിനെ വിളിക്കുന്ന പേരല്ല ടിഷ്യൂ ഫ്ലൂയിഡ്. ആ ടിഷ്യൂ ഫ്ലൂയിഡ് ലിംഫ് കാപ്പിലറിയിലേക്ക് പോകുമ്പോൾ എവിടേക്ക് കയറുമ്പോൾ ലിംഫ് കാപ്പിലറി എന്ന കാപ്പിലറി ഉണ്ട്, ലിംഫിലോമിക. ആ ലിംഫിലോമികൻ്റെ ഉള്ളിലേക്ക് ടിഷ്യൂ ഫ്ലൂയിഡ് പോകുമ്പോൾ അതിനെ വിളിക്കുന്ന
വിളിക്കുന്ന പേരാണ് ലിംഫ. ലിംഫ എന്താണ് ലിംഫ്? അപ്പം നിങ്ങൾ ഇത്ര പഠിച്ചാൽ മതി. ടിഷ്യൂ ഫ്ലൂയിഡ് ഇൻസൈഡ് ദ ലിംഫ് കാപ്പിലറി ഈസ് കോൾഡ് ലിംഫ്. ടിഷ്യൂ ദ്രവം ലിംഫ് കാപ്പിലറി ഉള്ളിലെത്തിയാൽ അതിനെ വിളിക്കുന്ന പേരാണ് ലിംഫ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എ സി തമ്മിലുള്ള ഘടനാപരമായ വ്യത്യാസം, രക്തവും ലിംഫും തമ്മിലുള്ള വ്യത്യാസം. ലിംഫിന്റെ പ്രത്യേകത അവിടെ ലാർജ് പ്രോട്ടീൻസ് ഇല്ല, വലിയ പ്രോട്ടീനുകളില്ല. RBC ചുവന്ന രക്തകോശങ്ങൾ ഉണ്ടാവില്ല. പിന്നെ ലിംഫ് എന്തിനെ സഹായിക്കുക? രോഗപ്രതിരോധത്തിന് സഹായിക്കുക. ഓർത്തു വെക്കുക. ലിംഫാറ്റിക് സിസ്റ്റത്തിന്റെ ഭാഗമുണ്ട്. ഒരു മനുഷ്യൻ ഇങ്ങനെ നിൽക്കണുണ്ടാവും, ലിംഫാറ്റിക് സിസ്റ്റം. അത് നോക്കി വെക്കണം കേട്ടോ മക്കളെ, സെറ്റാക്കണം. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ. ഇതോടെ നോക്കി നോക്കിയാൽ 12 to 17 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. 3 സ്കോർ വീതം, 3 മാർക്കാണുള്ളത്. ഓക്കെ, ഗാഢ ഉപ്പ് ലായനിയും ശുദ്ധജലത്തും നിക്ഷേപിച്ച റിയോ ഇലയുടെ ഈ ചിത്രം നോക്കി വെക്ക് മക്കളെ, നോക്കി വെക്ക്. ചുവടെ നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതായത് റിയോ ലീഫ് സെൽ പ്ലേസ്ഡ് ഇൻ കോൺസെൻട്രേറ്റഡ് സാൾട്ട് സൊല്യൂഷനും പ്യുവർ വാട്ടറിലും. ഇതിൽ ഒന്നാമത് ക്വസ്റ്റ്യൻ എന്താ നോക്കുക? A, B എന്നിവയിൽ ഏതാണ് ഗാഢ ഉപ്പ് ലായനിയിൽ നിക്ഷേപിച്ച കോശത്തിൻ്റെ ചിത്രം? Which of these two images, A or B, show the cell placed in concentrated salt solution? Explain the reason for your answer. അതായത് ഇതിൽ A ആണോ B ആണോ നോക്കി കോൺസെൻട്രേഷൻ സാൾട്ട് വാട്ടറിൽ ഇട്ടത് എന്നാണ് ചോദിച്ചത്. ഇതിൽ A ആണോ B ആണോ? കോൺസെൻട്രേറ്റഡ് സാൾട്ട് വാട്ടർ. അതായത് സാൾട്ട് വാട്ടർ ഇതപ്പം എന്താ പറയുക? ഈ ലീഫ് ഇവിടെയാണെങ്കിൽ നോക്കി കേട്ടോ, ഈ ലീഫാണിത്. ഈ ലീഫ് ഇട്ടു, അതായത് നമ്മളെ റിയോ ലീഫ് ഇട്ടു. റിയോ ലീഫാണ് ആ ചെടി ഇല്ലേ? ആ ലീഫ് ഇട്ട സമയത്ത് ഒരു സോൾട്ട് വാട്ടറിൽ ഇടുമ്പോൾ സോൾട്ട് വാട്ടറിൽ എന്തിൻ്റെ കോൺസെൻട്രേഷൻ കുറവാടാ? എന്തിൻ്റെ കോൺസെൻട്രേഷൻ കുറവാ? വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ കുറവാ. അപ്പോൾ ഇതിൽ വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലാണ്. അപ്പം കൂടുതലുള്ള ഭാഗത്തു നിന്ന് കുറഞ്ഞ ഭാഗത്ത് പോകും. അപ്പോൾ ബീലല്ലേ സോൾട്ട് വാട്ടർ അല്ലേ? ഇനിയിപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് ഇവിടെ എന്താ? പ്യുവർ വാട്ടറാണ്. അപ്പോൾ ഇവിടെ കൂടുതലാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറിയിട്ട് എന്താവും? ഇത് മാക്സിമം എന്താവും? വീർത്ത് വരും. മറ്റേതോ ചുരുങ്ങി വരും. ചുരുങ്ങി വരാൻ കാരണം എന്താ? ഈ സോൾട്ട് വാട്ടർ കിട്ടുന്ന സോൾട്ട് വാട്ടർ ഉപ്പ് ലായനിയിലിട്ട്, ഗാഢ ഉപ്പ് ലായനിയിലിട്ട് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ പ്രത്യേക കാര്യങ്ങൾ ഓർത്ത് വെക്കേണ്ടത്, ഇവിടെ ഉപ്പിൻ്റെ അളവ് കൂടുതലാണ്. പക്ഷേ എന്തിൻ്റെ അളവ് കുറവാ? വാട്ടറിൻ്റെ അളവ് കുറവാ. ജലത്തിൻ്റെ വാട്ടർ മോളിക്യൂൾസ് എന്താണ്? കുറവാ. പക്ഷെ ഉപ്പ് കൂടുതലാണ്. ഇനി നമ്മൾ ആ റിയോ ലീഫില്ലേ, റിയോ ലീഫ് ഇട്ട സമയത്ത് ഈ ഇലൻ്റെ ഉള്ളിൽ വാട്ടറിൻ്റെ അളവ് കൂടുതലാണ്. ഇവിടെയാണ് കൂടുതൽ, ഇവിടെ എന്താ? കുറവാ. അപ്പോൾ കൂടുതലുള്ള ഭാഗത്തുനിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക് പോയി അതുകൊണ്ട് ചുരുങ്ങി. ഇപ്പം നമ്മളെ മാങ്ങ അല്ലേ, ഉപ്പിലിട്ട മാങ്ങേൻ്റെ പ്രത്യേകത എന്താ? അതേപോലെ തന്നെ ഉപ്പിലിട്ട മാങ്ങ എന്താണെന്നല്ല, മാങ്ങൻ്റെ ഉള്ളിൽ കുറച്ച് വെള്ളം ഉണ്ടാവും. എന്നാൽ ഉപ്പിലോ വെള്ളമില്ല. അപ്പം എന്തായി? ആ വെള്ളമുള്ള ഭാഗത്തേക്ക് മാങ്ങ എന്താവും? മാങ്ങൻ്റെ ഉള്ളിലത്തെ വെള്ളം എന്താവും? ആ ഉപ്പിലേക്ക് പോകും. കാരണം ഹയർ കോൺസെൻട്രേഷൻ ലോവർ കോൺസെൻട്രേഷൻ, ഗാഢത കൂടിയ ഭാഗത്ത് നിന്ന് ഗാഢ കുറഞ്ഞ ഭാഗത്തേക്ക് പോയില്ലേ? അപ്പോൾ ആ മാങ്ങ ചുരുങ്ങി വരും. കാരണം അതിൻ്റെ ഉള്ളിൽ വെള്ളം മൊത്തം പോയിട്ട് ചുരുങ്ങി വരും. അപ്പോൾ ഇതിനൊക്കെ എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം. ഓക്കെ മക്കളെ, ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ഓക്കെ, കോശങ്ങളുടെ ഈ മാറ്റങ്ങൾ കാരണമായ പ്രക്രിയയുടെ വിശദീകരണം ഇതെന്താ? ഓസ്മോസിസ്. ഇതേതാണ്? ഓസ്മോസിസ്. എക്സ്പ്ലെയിൻ ദ പ്രോസസ് ഓഫ് റെസ്പോൺസിബിൾ ഫോർ ദിസ് ചേഞ്ചസ് ഇൻ ദി സെൽസ്. ഏതാണ്? ഓസ്മോസിസ്. ഓക്കെ, അടുത്ത് പദാർത്ഥ വിനിമയത്തിൽ പ്ലാസ്മ സ്ഥരം എങ്ങനെ സഹായിക്കുന്നു? പ്ലാസ്മ സ്ഥരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഓസ്മോസിസിന്റെ മക്കൾക്ക് അറിയണം. എന്താ? കോൺസെൻട്രേഷൻ കൂടിയ ഭാഗത്ത് നിന്ന് കോൺസെൻട്രേഷൻ കുറഞ്ഞ ഭാഗത്തേക്ക് വാട്ടർ മോളിക്യൂൾസിന്റെ എന്താണ്? മൂവ്മെന്റ് ത്രൂ സെമി പെർമിയബിൾ മെമ്പറൈൻ. ഒരു അർദ്ധധാര സ്ഥലത്തിലൂടെ, അർദ്ധധാര സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാട്ടർ മോളിക്യൂൾസിനെ, അതായത് നോക്കിക്കോ, ഒരു അർദ്ധധാര സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പ്രത്യേകത അതിനെന്തുണ്ടാവും? ചെറിയ 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 എന്തുണ്ടാവും? ഹോൾസ് ഉണ്ടാവും. അതിലൂടെയാണ് ഇതിപ്പം ഇവിടെ ഒരു വാട്ടർ മോളിക്യൂൾസിന്റെ വാട്ടർ മോളിക്യൂൾസിന്റെ കോൺസെൻട്രേഷൻ കൂടുതലാണ്. ഇതൊക്കെ ജലതന്മാത്രകളാണ്. ഇവിടെ കുറവാകുമ്പോൾ ഇവിടുന്ന് കുറച്ച് ആൾക്കാർ എവിടേക്ക് പോകും? ഇങ്ങോട്ട് ഇങ്ങനെ പോകും. ഏതിലൂടെ? ഇതാണ് സെമി പെർമിയബിൾ മെമ്പറൈൻ. ഇതേതാ? സെമി പെർമിയബിൾ മെമ്പറൈൻ. അപ്പോൾ പ്ലാസ്മ സ്ഥലം പറഞ്ഞാൽ എന്തിന് എക്സാമ്പിളാണ്? സെമി പെർമിയബിൾ മെമ്പറൈൻ, അർദ്ധധാര സ്ഥലത്തിന് എക്സാമ്പിളാണ്. അപ്പോൾ നോക്കിക്കോട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. പ്രകാശ സംശ്ലേഷണ ഫലമായി ചുവടെ നൽകുന്ന ചിത്രങ്ങൾ വിശകലനം ചെയ്യുക. ഫോട്ടോസിന്തസിസ് കിട്ടിയതിൻ്റെ പ്രൊഡക്റ്റുകളാണ് പറയുന്നത്. നോക്കിക്കോ, പ്രകാശ സംശ്ലേഷണം, ഫോട്ടോസിന്തസിസ്. എ എന്താണ്? ബി എന്താണ്? പിന്നെ ഇവിടെ എന്താണ്? സൂക്രോസ് എന്നങ്ങനെ. അപ്പോൾ ഫോട്ടോസിന്തസിസിൽ നമുക്ക് എന്താ കിട്ടുക? ഫോട്ടോസിന്തസിസിന്റെ ഫലമായിട്ട് നമുക്ക് എന്താ കിട്ടുക? ഗ്ലൂക്കോസ് അല്ലേ കിട്ടുക? ഗ്ലൂക്കോസ് അതെന്താവും? സ്റ്റാർച്ച് ആവൂലേ? ഇല്ലേ? അപ്പോൾ എ എന്താ? ബി എന്താ? എ എന്നാ ഗ്ലൂക്കോസാ. പിന്നെന്താ? സ്റ്റാർച്ച്, അന്നജല്ലേ? അപ്പം എയിൽ നിന്ന് ബി ഉണ്ടാവേണ്ടതിൻ്റെ ആവശ്യകത എന്താ? എ എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസാ. ഗ്ലൂക്കോസിൻ്റെ പ്രത്യേകത എന്താടാ?
നമ്മൾ ഗ്ലൂക്കോസിന് ഇപ്പം സസ്യങ്ങൾ പ്ലാന്റ്സുകൾ ഫോട്ടോസിന്തസിലൂടെ എന്തുണ്ടാക്കി ഗ്ലൂക്കോസ് ഉണ്ടാക്കി. ആ ഗ്ലൂക്കോസ് ലീഫിൽ ഇങ്ങനെ ഇലയിൽ നിന്നപ്പോഴാണ് മഴയാണ് പെയ്തു. മഴ പെയ്ത് കഴിഞ്ഞാൽ ഗ്ലൂക്കോസ് വാട്ടർ സൊല്യൂബിൾ അല്ലേ, വാട്ടറിൽ ജലത്തിൽ ലയിക്കണതല്ലേ. അങ്ങനെ ലയിച്ചു കഴിഞ്ഞാൽ ഓൾക്ക് പിന്നെ ഫുഡ് ഉണ്ടാവുമോ? അപ്പോൾ ഓല് പെട്ടെന്ന് എന്താവും, സ്റ്റാർച്ച് അന്നജായി മാറും. സ്റ്റാർച്ച് എന്തല്ല, വാട്ടറിൽ സൊല്യൂബിൾ അല്ല, വെള്ളത്തിൽ എന്താവില്ല, ലയിക്കാത്തതാ. ഗ്ലൂക്കോസ് എന്താണ്, വെള്ളത്തിൽ ലയിക്കണതാ. അപ്പോൾ ഓലെന്താവും, ആദ്യം ഗ്ലൂക്കോസ് എന്താവും, സ്റ്റാർച്ച് ആവും. ആ സ്റ്റാർച്ച് സൂക്രോസ് ആയി മാറും. ഓക്കെ, പ്രകാശ സംശ്ലേഷണം ഭൂമിയിലെ വിവിധ നൽകുന്ന പ്രകാശ സംശ്ലേഷണം ഭൂമിയിലെ ജീവന്റെ നിലനിൽപ്പിനെ നേരിട്ട് സ്വാധീനിക്കുന്നു. സൂക്രോസിൽ നിന്ന് രൂപപ്പെടുന്ന വിവിധ പോഷകങ്ങളെ പറ്റി വിശദീകരിച്ച് ഈ പ്രസ്താവന വിലയിരുത്തുക. സൂക്രോസ് പിന്നെന്താവും, ഫ്രക്ടോസ് ആവും അല്ലേ. സൂക്രോസ് പിന്നെന്താ, സൂക്രോസിന് എക്സാമ്പിൾ അല്ലേ നമ്മളെ ഷുഗർ കെയിന്, കരിമ്പ്. ഫ്രക്ടോസ് ആവും ഓയില് അല്ലേ, ഓയിൽസ്. നമ്മളെ ഫാറ്റ് ഏതിലൊക്കെ ഉണ്ട്, നമ്മളെ കുരുമുളകിൽ, കോക്കനറ്റിലുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഫ്രക്ടോസ് ആയത് പഴവർഗ്ഗങ്ങളിലുണ്ട്. അതൊക്കെ നമുക്കറിയില്ലേ. അപ്പോൾ കാർബോഹൈഡ്രേറ്റ്സ് ഇതൊക്കെ ആയിട്ട് മാറുന്നുണ്ട്. അപ്പം ഇതിനെക്കുറിച്ചാണ് നമ്മൾ വിശദീകരിക്കാൻ പറഞ്ഞത്. അപ്പോൾ ആ ഫോട്ടോസിന്തസിസ് കഴിഞ്ഞിട്ടുള്ള ആ ഫ്ലോ ചാർട്ട് ഉണ്ടല്ലോ, അവിടെ കുറേ ഫ്രൂട്ട്സിൻ്റെ കാര്യങ്ങൾ പറഞ്ഞില്ലേ. അതായത് നിങ്ങൾ ഇത്ര പറഞ്ഞാൽ മതി, സൂക്രോസ് നമ്മളെ കരിമ്പ് ഷുഗർ കെയിനിൽ, ഫ്രക്ടോസ് പഴങ്ങളിൽ, ഓയിൽ നമ്മളെ കോക്കനറ്റ് ഓയിലായി മാറും. പിന്നെ കാർബോഹൈഡ്രേറ്റ് എന്താ, നമ്മളെ അരി ഭക്ഷണത്തിലൊക്കെ ആയി മാറിയുന്നുണ്ട്. അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ നിങ്ങൾ നോക്കി വെച്ചാൽ മതി. ഓക്കെ, ഇനി ലാസ്റ്റത്തെ, സാധാരണയായി ആഹാരം വിഴുങ്ങുമ്പോൾ നാസാഗഹ്വരത്തിലേക്കോ ശ്വാസനാളത്തിലേക്കോ പ്രവേശിക്കാറില്ല. അതായത് ഭക്ഷണം നമ്മൾ സ്വാലോവിങ്ങിൻ്റെ സമയത്ത് നാസൽ ക്യാവിറ്റിയിലേക്കോ നമ്മളെ വിൻഡ് പൈപ്പ്, അതായത് ശ്വാസം പോകുന്ന വിൻഡ് പൈപ്പ് ഇല്ലേ, ഇതാ നോർമലി വെൻ ഫുഡ് ഈസ് swallowed it does not enter the nasal cavity or windpipe. However, a person talk while swallowing, അതായത് വിഴുങ്ങുന്ന സമയത്ത് സംസാരിച്ചു കഴിഞ്ഞാൽ എന്താണ് സംസാരിക്കും, ചിലപ്പോൾ ഭക്ഷണം ശ്വാസനാളത്തിലേക്കോ നാസൽ ക്യാവിറ്റിയിലേക്കോ പ്രവേശിച്ചേക്കാം. ഈ രണ്ട് സാഹചര്യങ്ങളിൽ ശാസ്ത്രീയമായി വിശകലനം ചെയ്യുക. ഇത് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എക്സ്പ്ലെയിൻ ദ സയന്റിഫിക് റീസൺ ബിഹൈൻഡ് ദി ബോത്ത് ദി സിറ്റുവേഷൻ. അതായത് നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി, നമ്മളെ സ്വാലോവിങ്ങിൻ്റെ ഭാഗമല്ലേ. സ്വാലോവിൻ്റെ ഭാഗം എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഭക്ഷണത്തെ വിഴുങ്ങിയിട്ട് നമ്മളെ നാസൽ ക്യാവിറ്റി, മൂക്കിലേക്ക് പോകുന്ന ഒരു ഹോൾ ഉണ്ട്, അതാണ് നാസാഗഹ്വരം, നാസൽ ക്യാവിറ്റി. അവിടേക്ക് ഭക്ഷണം പോവാതെ തടയുന്നത് ആരാ, ഒവ്യൂള, ചെറുനാക്കല്ലേ. അപ്പോൾ ആ ഒബ്യൂള ക്ലോസ് ചെയ്യണം. സംസാരിച്ച് കഴിഞ്ഞാൽ ഒബ്യൂള എന്താവും, ഓപ്പൺ ആവും. സംസാരിച്ച് കഴിഞ്ഞാൽ അതാണ് ഭക്ഷണം കഴിക്കുമ്പോൾ ആരും സംസാരിക്കരുത് പറയാൻ കാരണം, നമ്മൾ സംസാരിക്കുമ്പോൾ ഒബ്യൂള ഇങ്ങനെ എന്താവും, മൂവ് ചെയ്യും. നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒബ്യൂളിൻ്റെ ഫംഗ്ഷൻ എന്താ, ശരിക്ക് നമ്മൾ മൂക്കിലേക്ക് പോകുന്ന നാസൽ ക്യാവിറ്റിനെ ക്ലോസ് ചെയ്യില്ല. ഇതെന്താവും, ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ ഇതിങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഭക്ഷണം വരുന്ന സമയത്ത് എവിടേക്ക് പോകാൻ ചാൻസ് ഉണ്ട്, മൂക്കിലേക്ക് പോകുന്ന ദ്വാരല്ലേ, നോസിലേക്ക് പോകണ, അതാ നാസൽ ക്യാവിറ്റിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. ഇനി അടുത്തതാണ് ട്രക്കിയ എന്ന് പറഞ്ഞാൽ ശ്വാസനാളല്ലേ, അതിനെ ക്ലോസ് ചെയ്തിട്ട് എപ്പിഗ്ലോട്ടിസ് ഉണ്ട്. അതാണ് സംസാരിക്കുന്ന സമയത്ത് എന്താവും, എപ്പിഗ്ലോട്ടിസിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ എൻ്റെ മക്കൾ എന്താവണം, നോക്കി വെക്കണം. അടുത്തതാണ് 14ാമത്തെ, ഈ ഒരു പല്ലിൻ്റെ ചിത്രം. മക്കളെ, നമ്മളെ പല്ലിൻ്റെ ചിത്രം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ വേറെ പല്ലിൻ്റെ ചിത്രമാണല്ലോ. അപ്പോൾ ഈ ഒരു പല്ലിൻ്റെ ചിത്രം കൂടി നോക്കുക. റീഡ്രോ എന്ന് പറഞ്ഞു, ഇത് നമ്മളോട് പകർത്തി വരക്കാനാണ് പറഞ്ഞു. അപ്പോൾ എല്ലാവരും പകർത്തി വരച്ചിട്ട് അതിന് ആൻസർ ചെയ്ത, പല്ലിൻ്റെ കാഠിന്യമേറിയ നിർജീവമായ ഭാഗം ഏത്, അതായത് ഹാർഡസ്റ്റ് ആൻഡ് നോൺ ലിവിങ് പാർട്ട്. പല്ലിൻ്റെ ഏതാടാ, ഇനാമലല്ലേ. ഈ ഭാഗമാണ് ഇനാമൽ. ഈ ഭാഗം പല്ലിൻ്റെ ഭാഗം നോക്കുമ്പോൾ ഈ പുറത്തുള്ള ഔട്ടർ കവറിംഗ് ആണ് ഇനാമൽ. ഓക്കെ, ഇനാമൽ. അടുത്ത് രണ്ടാമത്തെ ഭാഗം ഏതാ നോക്കുക, കാൽസ്യം അടങ്ങിയിരിക്കുന്ന യോജകല്ല, അതേതാ, സിമെന്റം. ദാ ഇവിടെ സിമെന്റം. കാൽസ്യം അടങ്ങിയത്, കാൽസ്യം കണ്ടെയ്ൻ ടിഷ്യൂ ഒക്കെ നമ്മൾ പഠിച്ചല്ലേ. അപ്പോൾ ആ ഭാഗങ്ങൾ നോക്കുക. പിന്നെ അടുത്ത് ഈ ചിത്രം നോക്കുക. ഇത് എന്തിനാ ചിത്രം? എ എന്ന് പറഞ്ഞാൽ എന്താണ്, ബ്ലഡ് കാപ്പിലറി. ബി എന്താ, ലാക്റ്റിയൽ. എന്താണ് ലാക്റ്റിയൽ? നമുക്കറിയാം, വില്ലസിൻ്റെ ഭാഗ. എ, ബി എന്നീ ഭാഗങ്ങളിൽ ഓരോന്നിൻ്റെയും ആഗിരണം ചെയ്യപ്പെടുന്ന ലഘുപോഷകങ്ങൾ എഴുതുക. അതായത് write the name of a simple nutrient absorbed into each of the part A and B. എ ആരേടാ, എ എന്ന് പറഞ്ഞാൽ ബ്ലഡ് കാപ്പിലറി. ആരൊക്കെ, ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, അമിനോ ആസിഡ്. 3 1 4 നമ്മൾ പറയും. ഇനി ബി എന്താ, ലാക്റ്റിയൽ ആരെ വലിച്ചെടുക്കുക, ഫാറ്റി ആസിഡ് ആൻഡ് ഗ്ലിസറോൾ. നമുക്കറിയില്ലേ, ആ വില്ലസിൻ്റെ ഭാഗത്തിൽ ഉള്ളതാണ് ലാക്റ്റിയൽ. ഫാറ്റി ആസിഡ് ഗ്ലിസറോളിനെ അബ്സോർബ് ചെയ്യും. പിന്നെ ബ്ലഡ് കാപ്പിലറി ആയ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, അമിനോ ആസിഡിനെ അബ്സോർബ് ചെയ്യും. ഇനി അടുത്ത് ബോക്സിൽ നിന്ന് നിരീക്ഷിച്ച് ഉൾപ്പെടുന്ന വെൻ ഡയഗ്രാം ഉചിതമായി പൂർത്തീകരിക്കുക. നോക്കിക്കോ. ധമനി ABC, ലോമിക DE എന്നൊക്കെ തന്നിക്കണ്. സിര
എഫ്. അതായത് ധമനിയിലും ലോമികയിലും കോമൺ ആയിട്ടാണ് സി, ലോമികയിലും സിരയിലും കോമൺ ആയിട്ടാണ് ഇ. അപ്പോൾ നോക്കുക ഇതിൻ്റെ ആൻസർ നോക്കി നോക്കുക മക്കളെ. നോക്ക് ഒറ്റ നിര കോശങ്ങൾ മാത്രമുള്ള ഭിത്തി, ഒറ്റ നിര കോശങ്ങൾ മാത്രമുള്ള ഭിത്തി എന്ന് പറഞ്ഞാൽ എന്താ? ഡി ആയിട്ടാണ് എന്ത് വരിക? ഒറ്റ നിര കോശങ്ങൾ. കാരണം ഇത് ആരിലാണ്? കാപ്പിലറിക്കും ഇല്ല, ഇവർക്കും കോമൺ ആയിട്ടില്ല. അതായത് ഒരു വട്ടം കൊണ്ട് മറ്റേ വട്ടം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് രണ്ടിലുള്ള കോമൺ ആയിട്ടുള്ള ഭാഗം എന്നല്ലേ? അതായത് കാപ്പിലറി ലോമികന്റെ പ്രത്യേകത എന്താ? ഒറ്റ നിര കോശങ്ങൾ കൊണ്ട് മാത്രമല്ലേ നിർമ്മിതം. അപ്പൊ അതാര് മാത്ര? ഡി. ഓക്കെ, അപ്പൊ ഇതിന് നമ്മൾ എന്തേക്കും? ഡി എന്ന് കൊടുത്തു. ഇനി വാൾവുകൾ കാണപ്പെടുന്നില്ല. വാൾവുകൾ കാണപ്പെടാത്തപ്പോൾ ആർക്കൊക്കെ ഇതാ നമ്മൾ ഇവിടെ സി കൊടുക്കാം. ഇത് സി അല്ലേ? സി കൊടുത്തു. ഈ ഹൃദയത്തിലേക്ക് രക്തം വഹിക്കുന്നു. ഹൃദയത്തിലേക്ക് രക്തത്തെ കൊണ്ടുവരുന്നത് ആരാ? എഫ് അല്ലേ? ഹൃദയത്തിലേക്ക് രക്തത്തെ കൊണ്ടുവരുന്നു. ക്യാരി ബ്ലഡ് ഇൻ ടു ദി ഹാർട്ട്. ഇവിടെ അല്ലേ? ക്യാരീസ് ബ്ലഡ് ടുവേർഡ്സ് ദി ഹാർട്ട്. എഫ്. അപ്പം ഏതൊക്കെ നമ്മൾ കൊടുത്തു? ഡി, സി, എഫ് എടുത്തു. രക്തം കുറഞ്ഞ മർദ്ദത്തിലും വേഗത്തിലും ഒഴുകുന്നു. ആ രണ്ട് കോയിൽ കൂടെ പോണില്ലേ? കുറഞ്ഞ മർദ്ദത്തിലും വേഗത്തിലും പോണത് ഏതാ? ഇത് ഇ. ഇത് നമ്മൾ എന്തെടുത്തു? ഇ എന്ന് കൊടുത്തു. ഹൃദയത്തിൽ നിന്ന് രക്തം വഹിക്കുന്നു. ഹൃദയത്തിൽ നിന്ന് രക്തത്തെ കൊണ്ടുപോകുന്നത് ആരാടാ? ധമനി, ആർട്ടറി അല്ലേ? ധമനി. ക്വസ്റ്റ്യനോടെ ഇതാ ഇവിടെ ധമനി ആർട്ടറി. ഓക്കെ, അപ്പൊ ഇത് എ. ലാസ്റ്റത്തത് ഇത് എ. ഇനി അടുത്ത് ഇലാസ്റ്റികതയുള്ള ഭിത്തി. ഇതിലേതാ ഇലാസ്റ്റികത? ഏതാ? ധമനി. അപ്പൊ ഇതിന് ബി എന്ന് കൊടുത്തു. അപ്പൊ എല്ലാ ഭാഗവും കിട്ടിയില്ലേ? അപ്പോൾ എ, ബി, സി, ഡി ഏതാ നമുക്ക് കിട്ടിയില്ലേ? അപ്പോൾ നോക്കുക. അപ്പം ഇങ്ങനെ വട്ടങ്ങളൊക്കെ ഇട്ട് കഴിയുമ്പോൾ വട്ടം കൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ടിലും കോമൺ ആയിട്ടുള്ളത് എന്നാണ്. ഓക്കെ, ആ ഭാഗങ്ങൾ നോക്കണം. രണ്ടിലും കോമൺ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ, ഇത് നോക്കണം. ഇത് മനസ്സിലായില്ലടാ? ഇത് മനസ്സിലായില്ലേ? ഡി എന്തുകൊണ്ടാണ് ഇവിടെ നമ്മൾ ഫസ്റ്റത്തേന് ഇതിന് ഡി എന്ന് കൊടുക്കാൻ കാരണം? ഒറ്റ നിര കോശങ്ങൾ മാത്രമുള്ള ഭിത്തി. കാരണം ഇത് കാപ്പിലറിയിൽ മാത്രമേ ഉള്ളൂ, രണ്ടിലും ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അപ്പം ഇതാണ് കാപ്പിലറിൻ്റെ വാള്. അടുത്ത് വാൾവുകൾ കാണപ്പെടുന്നില്ല. രണ്ടിലും വാൾവ് കാണപ്പെടുന്നില്ല. കാപ്പിലറി അതായത് നമ്മുടെ ധമനിക്കും കാപ്പിലറിക്കും എന്തില്ല? വാൾവില്ല. അതായത് ധമനിക്കും ലോമികക്കും എന്തില്ല? വാൾവില്ല. അപ്പം അതാണ് ആ ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, എൻ്റെ മക്കൾക്ക് സെറ്റാണല്ലോ. അടുത്ത് അപ്പോൾ ഈ ചിത്രം തന്നിട്ട് പി എന്താടാ? ഗ്രാനാണ്. എന്താണ്? ക്യൂ എന്താ? സ്ട്രോമയാണ്. അല്ല, 16ാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ? പ്രകാശ സംശ്ലേഷണം എന്നത് ഓരോ സമയത്തും കാറ്റബോളിസവും ആനബോളിസവുമാണ്. ഓക്കെ, പ്രകാശ സംശ്ലേഷണം നടക്കുന്ന പ്രക്രിയയുമായി ബന്ധപ്പെട്ട് ഈ പ്രസ്താവന വിലയിരുത്തുക. അതായത് photosynthesis is both catabolism and anabolism at the same time. Okay, evaluate this statement and relate it to the process involved in the photosynthesis. അതായത് anabolism എന്ന് പറഞ്ഞാൽ എന്താടാ? anabolism, catabolism. ആനബോളിസം പറഞ്ഞാൽ ചെറിയ വസ്തുക്കളെ കൂട്ടി ചെറുതൊരു വലുതാക്കുക. കാറ്റബോളിസം പറഞ്ഞാൽ വലിയ വസ്തുവിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ചെറിയതാക്കുക. ഇപ്പം അനബോളിസം ഇതിനുള്ളിൽ നടക്കുന്നില്ലേ? അനബോളിസം എന്താ നടക്കുന്നത്? ചെറിയ വസ്തുക്കളെ ഇതാക്കിയിട്ട് നമ്മൾ എന്തായി? ഗ്ലൂക്കോസ് ഉണ്ടാക്കിയില്ലേ? അതായത് കാർബൺ ഡൈ ഓക്സൈഡിനെയും വാട്ടറിനെയും കൂടി ചേർന്ന് എന്തുണ്ടായി? ഗ്ലൂക്കോസ് ഉണ്ടാക്കിയില്ലേ? അപ്പം അതെന്ത് എക്സാമ്പിളാ? എന്തിന് എക്സാമ്പിളാ? ആനബോളിസം. ഇനി കാറ്റബോളിസത്തിന് എക്സാമ്പിൾ നമുക്ക് പറയാം. വാട്ടറിനെ H2O സൺലൈറ്റ് വന്നിട്ട് എന്താക്കി? ഹൈഡ്രജനും ഓക്സിജനും ആക്കിയില്ലേ? അപ്പം അതെന്താ? കാറ്റബോളിസത്തിന് എക്സാമ്പിൾ. അപ്പം അനബോളിസും കാറ്റബോളിസത്തും ഫോട്ടോസിന്തസിസ് നടക്കുന്നുണ്ട്. അപ്പോൾ മനസ്സിലായല്ലോ? അനബോളിസം പറഞ്ഞാൽ ചെറിയ വസ്തുക്കളെ കൂട്ടിയിട്ട് വലിയ പ്രൊഡക്റ്റ് ആക്കുക. കാർബൺ ഡൈ ഓക്സൈഡിനെയും വാട്ടറിനെയും കൂട്ടിയിട്ട് എന്താക്കി? ജലത്തിൽ കൂടി ചേർത്ത് ഗ്ലൂക്കോസ് ഉണ്ടാക്കി. ഇനി കാറ്റബോളിസം എന്ന് പറഞ്ഞാൽ എന്താ? വലിയ വസ്തുവിനെ പൊട്ടിക്കുക. അതായത് H2O എന്താക്കി? സൺലൈറ്റ് വന്നിട്ട് എന്താക്കി? ഹൈഡ്രജനും ഓക്സിജനും ആക്കിയില്ലേ? അപ്പോൾ അതെന്തിന് എക്സാമ്പിളാ? കാറ്റബോളിസത്തിന് എക്സാമ്പിളാ. സെറ്റാണല്ലോ. ഇനി അടുത്ത് ഇത് ക്ലോറോപ്ലാസ്റ്റിൻ്റെ ചിത്രമാണ് തന്നത് നൂല് പറഞ്ഞു, ക്വസ്റ്റ്യനിൽ തന്നു. അടുത്ത് ഇതിൽ പി എന്താ? ഇനി ക്വസ്റ്റ്യൻ നോക്കാം. പി, ക്യൂ എന്നീ ഭാഗം തിരിച്ചറിയുക. പി എന്ന് പറഞ്ഞാൽ എന്താടാ? നോക്കണ ഈ അട്ടിക്ക് വെച്ച് ഇതിനെ മൊത്തത്തിൽ വിളിക്കുന്ന പേരല്ലേ പി. അപ്പം അതാണ് ഗ്രാന. ഇതിനുള്ള ഫ്ലൂയിഡ് പാർട്ട് ക്യൂ, അതാണ് സ്ട്രോമ. ഗ്രാന, സ്ട്രോമ. അപ്പം പി ഗ്രാന, ഇതെന്താ? സ്ട്രോമ. കുഴപ്പമില്ലല്ലോ. പി ഗ്രാന
സ്ട്രോമ. പിയുടെ ഘടനാപരമായ 2 സവിശേഷതകൾ എഴുതുക. ഇതിലാണ് ക്ലോറോഫില്ല് കാണപ്പെടുക, ഹരിതഗണം കാണപ്പെടുക, അതേപോലെ ഇവിടെ വെച്ചിട്ടാണ് പ്രകാശഘട്ടം കാണപ്പെടുക. പിന്നെ ഈ ഒരു അട്ടിക്ക് വെച്ചത് എന്താ? തൈലക്കോയിഡ് അല്ലേ? തൈലക്കോയിഡ് അല്ലേ? എന്താണ് തൈലക്കോയിഡ്? തൈലക്കോയിഡ്, തൈലക്കോയിഡുകളുടെ അട്ടിയെ വിളിക്കുന്ന പേര്, ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരല്ലടാ ഗ്രാന. അപ്പോൾ ആ ഭാഗങ്ങൾ നോക്കി വെക്കട്ടോ. ഓക്കെ, ഇനി അടുത്ത് പിയിൽ വെച്ച് നടക്കുന്ന പ്രവർത്തനങ്ങൾ, ക്യൂയിൽ വെച്ച് നടക്കുന്ന പ്രവർത്തനങ്ങൾ എങ്ങനെ സഹായിക്കുന്നു? പി എന്ന് പറഞ്ഞാൽ ഗ്രാനയിൽ വെച്ചിട്ടല്ലേ പ്രകാശഘട്ടം ലൈറ്റ് ഫേസ് നടക്കുക. ലൈറ്റ് ഫേസിൽ കിട്ടുന്ന പ്രൊഡക്റ്റ് ഏതൊക്കെ? ഹൈഡ്രജന് എവിടേക്ക് ആവശ്യമുണ്ട്? ATPയും അവിടേക്ക് ആവശ്യമല്ലേ? അപ്പോൾ പി എന്ന് പറഞ്ഞാൽ പ്രകാശഘട്ടത്തിൽ നടക്കണം. പി എന്ന് പറഞ്ഞാൽ ഗ്രാന വെച്ചിട്ടാണ് എന്ത് നടക്കുക? ലൈറ്റ് ഫേസ് പ്രകാശഘട്ടം നടക്കുക. ആ സമയത്ത് ഉണ്ടാവുന്ന 2 പ്രൊഡക്റ്റാണ് ഹൈഡ്രജനും ATPയും. ഇത് എവിടെ വേണം? ക്യൂല് നടക്കുന്ന പ്രോസസ്സിന് ആവശ്യമുണ്ടെന്നല്ലേ പറഞ്ഞേ? പ്രവർത്തനത്തിന് ആവശ്യമുണ്ടെന്നല്ലേ? ക്യൂല് വെച്ചിട്ടാണ് എന്ത് എടുക്കുക? ഡാർക്ക് ഫേസ് എടുക്കുക. അപ്പം ഡാർക്ക് ഫേസിൽ ഉണ്ടാകുന്ന പ്രൊഡക്റ്റുകൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതല്ലേ ഹൈഡ്രജനും ATPയും. ഇത് ഉണ്ടാവുന്നത് ഏത് ഫേസിൽ നിന്നാ? പ്രകാശഘട്ടത്തിൽ നിന്നാ. മനസ്സിലായോ? അതായത് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാനയിൽ വെച്ചിട്ടല്ലേ നമ്മളെ ലൈറ്റ് ഫേസ് നടക്കുക, പ്രകാശഘട്ടം നടക്കുന്നത്. ക്യൂ എന്ന് പറഞ്ഞാൽ എന്താ? സ്ട്രോമ. അപ്പോൾ ഇവിടെ ചോദിച്ചെന്താ? പിയിൽ വെച്ച് നടക്കുന്ന പ്രോസസ്സ് എങ്ങനെയാണ് ക്യൂവിനെ ഹെൽപ്പ് ചെയ്യുക? പിയിൽ വെച്ചിട്ടല്ലേ നമുക്ക് പ്രകാശഘട്ടത്തിൽ കിട്ടുന്ന ഹൈഡ്രജനും ATPയും അല്ലേ? ഇത് 2 യൂസ് ചെയ്തിട്ടല്ലേ ഡാർക്ക് ഫേസ് നടക്കണേ? അപ്പോൾ അവിടുന്ന് അതെന്താ ഈ 2 പ്രൊഡക്റ്റുകളെ കുറിച്ചാണ് എഴുതാനാ പറഞ്ഞത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത ഇതാ ഈ ചിത്രം നോക്കിയിട്ട് ABC എന്നിവ എന്താണ്? AB എന്നീ ഭാഗങ്ങൾ തിരിച്ചറിയാന്ന് പറയും. എന്താടാ? അയോട്ടല്ലേ? മഹാധമനി. ക്വസ്റ്റ്യൻ നോക്കുക. മഹാധമനി. B എന്താ? പൾമണറി ആർട്ടറി. ശ്വാസകോശ ധമനി. ഇതേതാ? ബൈകസ്പിഡ് വാൾവ് അല്ലേ? ബൈകസ്പിഡ് വാൾവ് അല്ലേ? അതായത് റൈറ്റ് വെൻട്രിക്കിളിൻ്റെ ഇടയിൽ വാൾവല്ലേ ബൈകസ്പിഡ് വാൾവ്. ഓക്കെ, സെറ്റാണല്ലോ. അപ്പോൾ ഈ ഭാഗം നോക്കുക. AB എന്നീ ഭാഗങ്ങൾ അവയുടെ ഒഴുകുന്ന രക്തത്തിലെ ഓക്സിജൻ്റെ അളവ്, പ്രവാഹത്തിൻ്റെ ദിശ അടിസ്ഥാനമാക്കി താരതമ്യം ചെയ്യുക. AB ഇതിലൂടെ പോകുന്നത് എന്തേക്കാരം? ഇൻപ്യൂർ ബ്ലഡ് ഏകാരം. അതായത് അശുദ്ധ രക്ത. എവിടുന്ന വരുന്നത്? റൈറ്റ് വെൻട്രിക്കിൾ, വലത് വെൻട്രിക്കിൾ എന്നല്ലേ? B എന്ന് പോകുന്നത് പൾമണറി ആർട്ടറി അല്ലേ? ഒഴുകുന്ന രക്തത്തിലെ ഓക്സിജൻ്റെ അളവ്, അതേപോലെ തന്നെ രക്തപ്രവാഹത്തിൻ്റെ ദിശ അടിസ്ഥാനമാക്കി. ഇത് എടുക്കാൻ പോകുന്നത് ലങ്സൊക്കെ പോകുന്നത്, ശ്വാസകോശത്തൊക്കെ പോകുന്നത്. പൾമണറി ആർട്ടറി എടുക്കാൻ പോകുന്നത്, ശ്വാസകോശ ധമനി എടുക്കാൻ പോകുന്നത്. B എന്ന് പറഞ്ഞ ഈ കോയിൽ എടുക്കാൻ പോകുന്നത് ലങ്സ്, ശ്വാസകോശം. എന്നാൽ ഇത് എടുക്കാൻ പോകണേ, അയോട്ട് എടുക്കാൻ പോകണേ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ബോഡിക്കല്ലേ? ബോഡീൻ്റെ ഡിഫറെൻറ്റ് പാർട്സിക്കല്ലേ? ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കല്ലേ പോകുന്നത്? അപ്പോൾ ആ ഭാഗങ്ങൾ നോക്കുക. അതേപോലെ തന്നെ ഇങ്ങനത്തെ C എന്ന ഭാഗം തിരിച്ചറിഞ്ഞ് അതിൻ്റെ ധർമ്മം എഴുതുക. C എന്ന ഭാഗം ഏതാ? C എന്താ? ബൈകസ്പിഡ് വാൾവ് അല്ലേ? ബൈകസ്പിഡ് വാൾവിൻ്റെ പ്രത്യേകത എന്താ? നമ്മളെ ലെഫ്റ്റ് വെൻട്രിക്കിള് ചുരുങ്ങുന്ന സമയത്ത്, സിസ്റ്റോളിൻ്റെ സമയത്ത് എവിടേക്ക് പോവാതെ പ്രിവെൻറ്റ് ചെയ്യുക? ലെഫ്റ്റ് ഏട്രിയം, ഇടത് ഏട്രിയത്തിലേക്ക്. അതായത് ഇടത് ഏട്രിയാണ് ഇവിടെ കൂട്ട്, അത് കഴിഞ്ഞിട്ടുള്ള അറയാണ് എന്ത്? ഇടത് വെൻട്രിക്കിൾ, ലെഫ്റ്റ് വെൻട്രിക്കിൾ. അപ്പോൾ ഇവിടുന്ന് ചുരുങ്ങുന്ന സമയത്ത് ബ്ലഡ് എവിടേക്ക് പോകരുത്? ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് പോകരുത്. ആ ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് പോവാതെ അതിനെ പ്രിവെൻറ്റ് ചെയ്യുക, ബാക്ക് ഫ്ലോ പ്രിവെൻറ്റ് ചെയ്യുന്നതാരാ? ഈ വാൾവാണ്. അതാണ് ബൈകസ്പിഡ് വാൾവ്. ഓക്കെ, സെറ്റാണല്ലോ. ചില ദഹനരസങ്ങളോട് കൂടിയുള്ള സൂചനകൾ ചൂട് നൽകിയിരിക്കുന്നു. ഇപ്പോൾ വിശകലനം ചെയ്ത് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാം. താഴെ തന്നെ ടാബിൾ തന്നിരിക്കുന്നു, അതിനെന്താണ് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാം. ഗ്യാസ്ട്രിക് ജ്യൂസ് കൊഴുപ്പിനെ പൂർണ്ണമായി ദഹിപ്പിച്ച് ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആക്കുന്നു. ഓക്കെ, ഫാറ്റ് കൺവേർട്ട് ഇൻടു കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് ഫാറ്റ് ഇൻടു ഫാറ്റി ആസിഡ് ആൻഡ് ഗ്ലിസറോൾ. അപ്പോൾ ഏതാണ് ഡൈജസ്റ്റീവ് ജ്യൂസ് ഏതാ ചോദിച്ചത്? ഏതാണ്? പാൻക്രിയാറ്റിക് ജ്യൂസിൽ ഏതാണ്? ലിപ്പേസ് അല്ലേ? ഓക്കെ, അടുത്ത് ബ്രേക്ക് ഡൗൺ കാർബോഹൈഡ്രേറ്റ് ഇൻടു ഗ്ലൂക്കോസ്, ഫ്രക്ടോസ് ആൻഡ് ഗാലക്ടോസ്. ഇതേതാ? ഇൻഡസ്ട്രൈനൽ ജ്യൂസ് അല്ലേ? ചെറുകുടൽ ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രൈനൽ ജ്യൂസ് അല്ലേ? ഓക്കെ, കണ്ടെയ്ൻ ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഇതേതാ? സ്റ്റൊമക്ക് ഉണ്ടാവുന്ന ഗ്യാസ്ട്രിക് ജ്യൂസ്. ഏതാണ്? ഗ്യാസ്ട്രിക് ജ്യൂസ്. ആമാശയ രസം. ഇതേതാ? പാൻക്രിയാറ്റിക് ജ്യൂസ് അല്ലേ? ഇതേതാ? കാർബോഹൈഡ്രേറ്റ്. ഇൻഡസ്റ്റൈനൽ
ജ്യൂസിൻ്റെ ചാനൽ ജ്യൂസ്. ഓക്കെ, സെറ്റാണല്ലോ. ഒന്ന് നോക്കി വെച്ചാൽ മതി. സാറ് ഇന്ന് കൃത്യം 7:30 മക്കളെ ആരും മറക്കണ്ട, കൃത്യം 7:30 നമ്മൾ ഇതിൻ്റെ പ്രൊഡിക്റ്റഡ് ക്വസ്റ്റ്യൻസ് ആയിട്ട്, ഇതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് നിങ്ങളെ മുന്നിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്താണ് ഫ്രണ്ട്സിനെ എല്ലാവരും കൂട്ടിയിട്ട് ആ ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ മക്കൾക്ക് വരാൻ ചാൻസ് ഉള്ള മൊത്തം നമ്മൾ പറഞ്ഞുതരും. അപ്പോൾ ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ എൻ്റെ മക്കൾക്ക് സമഗ്രയിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളാണ്. അപ്പോൾ ഇതിൻ്റെ മക്കൾക്ക് എന്താവുക, ഡിസ്കസ് ചെയ്യാമെന്ന് കരുതിയിട്ട് എൻ്റെ മക്കൾ എഴുതിക്ക് വന്നതാണ്. അപ്പോൾ എല്ലാവരും എന്താവുക, ഇന്ന് കൃത്യം 7:30 ഞാനും ജസീന മിസ്സൊക്കെ ഹിന്ദിയും നമ്മളൊപ്പം പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വന്നിട്ട് നമുക്ക് പവറാക്കി സെറ്റാക്കിയിട്ട് ആ ഒരു വീഡിയോ, അതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് 100% വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കൃത്യം 7:30 തന്നെ നമ്മൾ ലൈവിൽ വാട്ടോ. അപ്പോൾ ഓക്കെ മക്കളെ, ബൈ.